ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മുത്തേ എന്തിയാക്കുന്ന ഇപ്പൊ ഇന്ന്? നമ്മ മിനിയാന്ന് പുട്ട് പൊടിയാക്കി വെച്ചില്ലേ, അത് ആവോന്നൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏത് മറ്റേ ബ്ലാക്ക് റൈസ് ഉണ്ടാക്കിയതാ? അപ്പൊ നമ്മ പൊടിച്ചിട്ട് കൊട്ടയിൽ കെട്ടി വെച്ചാണ്. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന്. കാരണം നമ്മ ഇതുവരെ അരി പൊടിച്ചിട്ട് പുട്ടാക്കിയിട്ടില്ല. കാരണം എളുപ്പപ്പണിയാണല്ലോ നോക്കല്. പുട്ടുപൊടി പണിക്കും പുട്ടാക്കും. എന്നോട് എത്ര കുറ്റി പുട്ടാകും മുത്തേ? ഇതിനോണ്ട് ഒരു കുറ്റി എന്തായാലും ആവും. നല്ല ബ്ലാക്ക് കളറും ഉണ്ടല്ലേ ഇത്? നോക്കാം നമുക്ക് എത്ര ആവുന്നു. പഴം ഇടണേല് തേങ്ങ ഒന്നിച്ച് വേണ്ട, നമുക്ക് അത് വേറെ തന്നെ സെപ്പറേറ്റ് എന്നാ പോരെ. മതി. കുഞ്ഞാട്ടൻ 2-3 ദിവസമായി പുട്ടും പഴവും എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയാ നമുക്ക് എന്തോ ഒരു മൈസൂർ പൂവനാ അങ്ങനത്തെ എന്തോ ഒരു പഴം കിട്ടീനി, മൈസൂർ പഴം. അപ്പം അത് വെച്ചിട്ട് നമുക്ക് പുട്ടും. വെള്ളം ഉപയോഗിക്കുന്ന എത്ര? അങ്ങനെ കണക്കൊന്നും എനിക്കറിയില്ല, നമുക്ക് ആക്കി നോക്കാം. ഇത് കുറച്ച് കൈക്ക് പറ്റുന്ന ഡൈരി. കുറച്ച് നനച്ചാക്ക്. അത് ചിലപ്പോ സ്റ്റിക്കി റൈസ് ആയിരിക്കും, ബ്ലാക്ക് അറിയില്ലല്ലോ. ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് അതല്ലേ. അപ്പം നമ്മൾ പുട്ടുപൊടി കുഴച്ചു. ഇങ്ങനെ ആക്കുമ്പോൾ ഓരോ ഉണ്ടാവണം, അങ്ങനെയാണ് പുട്ടുപൊടി കുഴക്കേണ്ടതില്ല രീതിയിൽ അത് ഞാൻ കുഴച്ച്. അപ്പം എൻ്റെ പുട്ട് ഇടാൻ തുടങ്ങി. എന്താവുന്ന അറിയില്ല, കുറച്ച് പറ്റുന്ന പോലെ ഉണ്ടായി. നോക്കാം നമുക്ക്. കാണുമ്പോൾ അത്ര പറ്റുന്നൊന്നുമില്ല, ഇടുമ്പോൾ മണിയായിട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെയുണ്ട്, പക്ഷെ എൻ്റെ കൈക്ക് പറ്റുന്നുണ്ട്. അതിത് നല്ല നമ്മളെ റൈസ് പുട്ടുപൊടി റൈസ് ആയിരിക്കില്ല, ഇത് ചെറിയൊരു സ്റ്റിക്കി റൈസ് ആയിരിക്കും. കാരണം വിയറ്റ്നാം റൈസ് അല്ലേ, നമ്മുടെ ഇന്ത്യൻ റൈസ് അല്ലല്ലോ. പക്ഷെ ഇത് ചോറാക്കി തിന്നാൻ ടേസ്റ്റ് ഇല്ല, മറ്റേ ഉപ്പെല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ചട്നി ആക്കി തിന്നാൻ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നല്ല മണമെല്ലാം ഉണ്ട്. നല്ല മണമെല്ലാം ഉണ്ട്. കടുകെല്ലാം വറുത്തിട്ടിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. കറി കൂട്ടി തിന്നാൽ നമുക്കത്ര കറി പിടിക്കുന്നില്ല ഈ സാധനത്തിന്. അപ്പം നമ്മൾ ഒരു കുറ്റി പുട്ടിനുള്ള പൊടിയാന്ന് ഞാൻ കുഴച്ചെടുത്തത്. നമുക്ക് വെക്കാം കുക്കറിലാണ് വെക്കുന്നത് അല്ലേ? കുക്കറിൽ. അപ്പം ഇത് ആവി വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പുട്ട് കുക്കറിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ആക്കാം ആവി വരാൻ വേണ്ടി അല്ലേ. എന്നിട്ട് ഞാൻ പറയും ഇത് സക്സസ്സോ അതോ ഫെയിലിയറോ എന്ന്. അപ്പം നമ്മൾ പുട്ടിൻ്റെ ആവി വരാൻ വേണ്ടി കളിക്കുന്നുണ്ട്. നല്ല മണം വരുന്നുണ്ട് അരിൻ്റെ നല്ല മണം അല്ലേ. കുറച്ച് സമയം കൂടി വേവട്ടെ. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം നമുക്കിൻ്റെ റിസൾട്ട് അറിയുന്നതായിരിക്കും. നമ്മൾ ഉണ്ടാക്കിയ പുട്ടുപൊടി. വിയറ്റ്നാമിൽ പുട്ടുപൊടി കിട്ടുന്നില്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ റൈസ്, ബ്ലാക്ക് റൈസ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് പൊടിച്ചിട്ട് പുട്ടുപൊടി ഉണ്ടാക്കി. നോക്കാം എങ്ങനെയുണ്ട് അതല്ലേ. വെയിറ്റ് ആൻഡ് സീ. യെസ്. അപ്പോൾ നമ്മൾ പുട്ട് റെഡി ആയിട്ടുണ്ടാവത്തെ. ഇനി പുട്ടെടുക്കാം. എടുക്കാം. വെന്തിട്ടുണ്ടാവുമല്ലോ. വെന്തിട്ടുണ്ടാവും, നോക്കട്ടെ. ആവിയെല്ലാം പോകുന്നുണ്ടല്ലേ. ഇനി അറിയാം ഇത് ചീറ്റിപ്പോയോ അതോ സക്സസ് ആയോ എന്ന്. മുത്തേ കുത്തി പ്ലേറ്റിലിട്. ശരിയായിട്ട് വിട്ടെങ്കിൽ എന്നൊന്ന് പറഞ്ഞുകൂടാ. ഇല്ല നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും കാണിക്കും, പോയാലും കാണിക്കും, നേരായാലും കാണിക്കും. നല്ല കറുത്ത കളറിലും കാണുന്നുണ്ടല്ലോ അത്തെ. പോരട്ടെ ഇല്ല, ഒന്നും ആയിട്ടില്ല. ഒന്ന് വന്നു, അടുത്തതാ വരാൻ കളിക്കുന്നുണ്ട്. രണ്ടാമത്തെ പീസ് വന്നിട്ടുണ്ട്, മൂന്നാമത്തെ പീസും കൂടി വന്നിട്ടുണ്ട്. അത് മുത്തിട്ടതിന്റെ മിസ്റ്റേക്ക്. മുത്ത് ചെറുതാക്കിയിട്ടത് കാരണം ആ തേങ്ങ കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. കറുത്ത പുട്ട് കാണാൻ നല്ല അടിപൊളി ഉണ്ട്. തേങ്ങയെല്ലാം നന്നായിട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. റാഗിയെല്ലാം ചോളം അങ്ങനത്തെ കുത്തിയിട്ടത് കറക്റ്റ് ആയിട്ട് ലെവലായി വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ കാണാം. മുത്തിനെ കാണാൻ വേണ്ടി നേരെ വെക്കുന്നുണ്ട്. അങ്ങനെയല്ല, നേരെ വെക്ക്, ബാക്ക്. എങ്ങനെയുണ്ട്? ഇതാണ് നമ്മുടെ പുട്ടിന്റെ ലുക്ക്. ബ്ലാക്ക് കളർ പുട്ട് റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പുട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബ്ലാക്ക് റൈസ് കൊണ്ടുള്ള പുട്ട്. അപ്പം നമുക്ക് പഴവും ഉണ്ട് അതിൻ്റെയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി. ആദ്യം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് വിയറ്റ്നാമിലെ റൈസ് കൊണ്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുത്ത ടേസ്റ്റ് ചെയ്യുന്നേ. പഴം കൂട്ടിക്കോ. ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്ത് പോയിട്ട് ഇത് മാത്രം. ഇതിങ്ങനെയാണുള്ളത്.
എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലെ പോലത്തെ പുട്ടല്ല, കുറച്ച് ചെറിയൊരു സ്റ്റിക്കി റൈസാണ്. ബ്ലാക്ക് റൈസ്, ഇത് വിയറ്റ്നാം റൈസ് ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റിക്കി റൈസ്. പിന്നെ ആ റൈസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ മറ്റേ ഉമ്മി പോലെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതിലുണ്ട്. ഹെൽത്തി സാധനമായിരിക്കും, പക്ഷെ ഭയങ്കര പൊടിയായിട്ട് വരുന്നില്ല, ചെറിയൊരു സ്റ്റിക്കി പോലെ ഉണ്ട്. പക്ഷെ ഇത് കാണുമ്പോൾ ശരിക്കും പൊടി പൊടി പോലെ ഉണ്ട്. പുട്ട് കാണാൻ നല്ലുണ്ട്, തിന്നുമ്പോൾ ചെറിയൊരു സ്റ്റിക്കി പോലെ. പഴം കൂട്ടി കഴിക്കുമ്പോൾ ഇതിനുള്ള ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മളെ പുട്ടുപൊടി സക്സസ് അപ്പൊ ആയിരിക്കും. നമ്മളെ പുട്ടുപൊടി ഏകദേശം ഒരു 70% സക്സസ്. ബാക്കി ഒരു 30% നമുക്ക് പറയാം സ്റ്റിക്കി റൈസ് പോലെ ഇല്ലതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആ ടേസ്റ്റ് കിട്ടിയില്ല. പക്ഷെ ഇത് ഹെൽത്തി പുട്ട്. അങ്ങനെ 70-80% സക്സസ്. നീ പഴമെല്ലാം കൂട്ടി കഴിക്കാൻ തുടങ്ങിയല്ലോ, നിന്റെ അഭിപ്രായം ഒന്ന് പറയും, എങ്ങനെയുണ്ട്? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സ്റ്റിക്കി ആ ഒരു ഫീല് വരുന്നു. നമ്മൾ ഇങ്ങനെ പൊടി പൊടിയായി പോകുന്നില്ല പുട്ട്, ആ ഒരു ഇത് മറ്റു ചെറിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഹെൽത്തി പുട്ടാണ്. അതായത് ചെറിയൊരു ഉറപ്പുണ്ടല്ലേ, തളിനാൾക്ക് ഉറപ്പ് വരുന്നു, പക്ഷെ എന്നാലും ടേസ്റ്റ് ഉണ്ടല്ലേ. ഹെൽത്തി പുട്ട് അല്ലേ? ഹെൽത്തി പുട്ട്. ഓക്കെ.